എല്ലാവർക്കും അന്ന കരീനാസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു ഷേക്കാണ്. ചക്കക്കുരു ആവശ്യമാണ്. പിന്നെ ചക്കക്കുരു എല്ലാവരും കഴിഞ്ഞ വർഷം ഒത്തിരി ചക്കക്കുരു ഷേക്കുകൾ ഇങ്ങനെ യൂട്യൂബിൽ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെ അധികം കാണുന്നില്ല. എല്ലാവരും മടുത്തെന്ന് തോന്നുന്നു. ചക്കക്കുരു കോരുക്കാനുള്ള പാടുകൊണ്ട് എല്ലാവരും മടുത്ത് ചക്കക്കുരുവിനൊക്കെ ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഒത്തിരി ചക്കകളുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർക്കണം, നശിപ്പിച്ച് കളയരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിന്ന് ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമേ വേണ്ടതിനാടി ചക്കക്കുരു. ആദ്യം വേണ്ടതാണ് ചക്കക്കുരുവാണ്. ഈ ചക്കക്കുരു ഞാൻ ഒരു 2 വിസിൽ വരുന്ന പോലെ പ്രഷർ കുക്കറിൽ വേവിച്ച് എടുത്തേക്കുന്നതാണ്. അത് വേവിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് തൊലി കളഞ്ഞ് 2 തൊണ്ടും തൊലി കളഞ്ഞാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. അതെനിക്ക് ഇച്ചിരി കളറ് ചോക്ലേറ്റ് പൗഡറും കൂടി ഇടുന്നതല്ല, ബൂസ്റ്റും കൂടി ഇടുന്നതുള്ള കാരണം നല്ല കളറ് കിട്ടും. അത് കാരണം ഞാൻ അതിൻ്റെ 2 തൊണ്ടും പൊളിച്ചാണ് ചക്കക്കുരു പ്രഷർ കുക്കറിൽ വേവിച്ചത്. അപ്പം ചക്കക്കുരു വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇപ്പം 2 തൊണ്ടും കരിന്തൊണ്ടും പൊളിച്ചാണ് ഇത് വേവിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് മെയിനായിട്ട് പാലാണ്. മിൽമയുടെ ഒരു 1/2 ലിറ്റർ റിച്ച് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മിൽമയുടെ 1/2 ലിറ്ററിന്റെ പാൽ എടുത്തിട്ടുണ്ട്. അത് ഐസിൽ നല്ല ഫ്രീസറിൽ വെച്ച് കട്ടയായിട്ടിരിക്കണം, എന്നാലും അതിൻ്റെ ഒരു ഷേക്കിന്റെ ഒരു ഫീൽ വരും. പിന്നെ നമ്മുടെ ഇത്തിരി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയല്ല, ഇത് നമ്മൾ കുറച്ച് നട്ട്സ്, അതായത് നമ്മൾ കാഷ്യൂ നട്ട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ കാഷ്യൂ നട്ട്സ് നമ്മൾ പൊടിച്ചിടുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പൊടിക്കുന്നത് കാഷ്യൂ നട്ട്സും പഞ്ചസാരയും കൂടെ പൊടിക്കും. നന്നായിട്ട് മിക്സിയിലൊന്ന് പൊടിക്കും. അത് കഴിഞ്ഞിട്ടാണ് ആ പൊടിച്ചതിൻ്റെ കൂടെയാണ് നമ്മൾ ചക്കക്കുരു വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കുന്നത്. അപ്പം ഞാൻ ഇത് പഞ്ചസാരയും കാഷ്യൂ നട്ടും ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. അവിടെ നമ്മൾ പഞ്ചസാരയും കാഷ്യൂ നട്ട്സും കൂടി പൊടിച്ചതാണിത്. കാണിക്കാം. നമ്മളതിൻ്റെ കൂടെ ഇതും കൂടെ ചേർക്കാം. ബൂസ്റ്റ് ചേർക്കാം. പകുതി ഇട്ടോ? പകുതി ഇടല്ലേ? ഓക്കെ, നമുക്ക് ഇല്ലത്തേക്ക് ബൂസ്റ്റ് ഇടാം. കട്ടയായ തീർന്നിട്ടില്ലേ? ബൂസ്റ്റ് ഇത്രയും കൊണ്ടിട്ടല്ലേ? ഇനി നമ്മൾ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അല്ലേ? പഞ്ചസാരയും കാഷ്യൂ നട്ട്സും പൊടിച്ചതും ബൂസ്റ്റും കൂടെ നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്ത് വേറൊരു ജാറിലേക്ക് ഇട്ടിരിക്കുകയാണ്. കാരണം ചക്കക്കുരുവും പാലും എല്ലാം കൂടെ നമുക്ക് ഷേക്ക് ആക്കണമെങ്കിൽ വലിയ ജാർ വേണമല്ലോ. അതുകൊണ്ട് വലിയൊരു ജാറിലേക്ക് അടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ കട്ടയാക്കിയ പാൽ ചേർത്ത് കൊടുക്കുക. ഓക്കേ, കട്ടയായിട്ടിരിക്കുന്നുണ്ടേ. അപ്പോൾ ഇനി നമുക്കതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പൊ അരച്ചെടുത്തിട്ടുണ്ടോ നമ്മള് പാലെല്ലാം കൂടി? അപ്പൊ അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഷേക്ക് ഇവിടെ റെഡിയായി. കർത്താവ് അടുത്തൊക്കെ ഫ്രൂട്ട്സ് ആയിട്ടേ എന്താ കുറെ ആവുന്ന കണ്ടിട്ടോ. അയ്യോ,
അടുത്തിട്. നമ്മുടെ ചക്കക്കുരു ഷേക്ക് ഷേക്ക് ഇവിടെ കുടിക്കാനായിട്ട് പാകമായിട്ടുണ്ട്. അതെ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ബൂസ്റ്റും കൂടി ഇടാം. ഞാൻ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ബൂസ്റ്റ് ഇട്ട് കുറച്ചുകൂടി ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ബൂസ്റ്റ് ഒരു ഇതൊക്കെ രസം കാണണ്ടേ, അപ്പോൾ അതിന് വേണ്ടി ഇത്തിരി ബൂസ്റ്റ് ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ വേറെ സാധനം കൂടെ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ക്രംസ് ആണ്. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകളൊക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ, ആ സാധനം നമുക്ക് തന്നെയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും മാത്രമല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ വേണമെങ്കിൽ ഇതിട്ട് അടിച്ചാൽ മതി കേട്ടോ. വീണ്ടും അടുത്തതിലേക്ക് നമ്മൾ അടുത്ത ഷേക്കിലേക്ക് ഇടാണ്. ഇടും ഓക്കെ ഇടാം. ഓ, അത് കാണുമ്പോഴാണ് മനസ്സിന് ഹാർട്ട് ബീറ്റ്. അപ്പോൾ ആരാണത് ടേസ്റ്റ് ചെയ്യുന്നത്? ഞാനിടാം. ടേസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, ഇവിടെ ഏതെന്റെയാ ഇതിട്ട് ഇളക്കും ഇളക്കിയിട്ട് വേണം. ഇളക്കിട്ട് വേണം. അയ്യോ, കുടിക്കാണേ. ഞാൻ സ്പൂൺ വെച്ച് കുടിക്കാം. ഇതിൻ്റെ അടുപ്പിച്ച് ഫോട്ടോ എടുക്കാനാണ്. കഴിച്ചോ, സ്പൂണൊന്നുമില്ല. ഇരിക്കുകയാണ്. എന്റെ കർത്താവേ, ബദാം ഷേക്കിന് വെട്ടുന്ന സൈസുള്ള സംഭവമാണ്. അയ്യോ, നല്ല തണുപ്പും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ വെച്ച സാധനമൊക്കെ എടുത്ത് വയ്ക്കാതെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാം. ചക്കക്കുരു വേവിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. This is Anna and Binsi Joshi signing off.